ഹായ് ഫ്രണ്ട്സ്, ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്നേഹസ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ വിഷുവിൻ്റെ തലേദിവസമാണ്. എൻ്റെ വീട്ടിലുള്ള വിഗ്രഹം 2-3 വർഷം പഴക്കമുള്ള ശ്രീകൃഷ്ണ വിഗ്രഹമാണ്. ഓരോ വർഷവും നമ്മൾ ഭഗവാനെ നമ്മുടെ കയ്യിലുള്ള പെയിൻറ്റ് വെച്ച് ഒന്നുകൂടി മനോഹരമാക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം കുറച്ച് ഫെയ്ഡായി പോകുമല്ലോ ഫേസൊക്കെ ഇങ്ങനെ എപ്പോഴും. അപ്പോൾ കളിമണ്ണ് കൊണ്ടുള്ള വിഗ്രഹമാണല്ലോ. അപ്പോൾ ഭഗവാന്റെ ഐബ്രോസും ഒക്കെ വരച്ച് നല്ല കണ്ണൊക്കെ ഒന്നുകൂടെ നല്ല ഷേപ്പ് ചെയ്ത് വരച്ച് മോള് എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്നായി വരയ്ക്കാൻ അറിയണം അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഭഗവാന് ചെയ്യുന്നതാണല്ലോ ഏറ്റവും വലിയ സമർപ്പണം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ മോളത് ചെയ്തുകൊണ്ടിരിക്കുന്ന തലേദിവസത്തെ വീഡിയോയുടെ കുറച്ച് ക്ലിപ്പിങ്സാണ് ഇത്. അപ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ ഞാനിവിടെ ഹാരജമന്തി പൂക്കളാണ്, മഞ്ഞ കളറിലുള്ള പൂക്കളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കണിക്കൊന്ന പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളാണ് കണിക്കൊന്ന. ഹാരജമന്തി ഒറിജിനലാണ്. എനിക്ക് കിട്ടിയില്ല, കാരണം എനിക്ക് 2 ദിവസം കൊണ്ട് തന്നെ ഞാൻ വീഡിയോസ് ഇടുന്നില്ല. കുറച്ച് ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഭഗവാൻ എപ്പോഴും ചാർത്തിയിരിക്കുന്ന കിരീടം അത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തിരുവുടയാട ഗ്രീൻ കളറിൽ അതും വെച്ചിട്ടുണ്ട്. അതുപോലെ മഞ്ഞ കളറിലുള്ള ഒരു വസ്ത്രമാണ് അണിയിച്ചിരിക്കുന്നത് ഭഗവാന്. അതുപോലെ കോയിൻസ് വെച്ചിട്ടുണ്ട്, നാണയങ്ങൾ, പിന്നെ ശംഖ്. അതെപ്പോഴും നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്. രാമേശ്വരം പോയപ്പോൾ വാങ്ങിയതാണ് ഈ വലംപിരി ശംഖ് എന്ന് പറയുന്നത്. അതുപോലെ ഭഗവത്ഗീത ഗ്രന്ഥം വെക്കണമെന്നാണല്ലോ. അപ്പോൾ ഭഗവത്ഗീതയും രാമായണവും ഇതെപ്പോഴും എൻ്റെ പൂജാമുറിയിലുള്ളത് തന്നെയാണ്. ഞാൻ ഒരു പച്ച കളറിലെ പട്ട് വസ്ത്രത്തിൻ്റെ പുറത്താണ് അത് വെച്ചിരിക്കുന്നത്. അതുപോലെ വള, അതെല്ലാ പൂജയിലും ഞാൻ വെക്കാറുള്ളതാണ്. ദേവി പൂജകളിലാണ് ഞാൻ അഷ്ടമംഗല്യ തട്ട് വെക്കാറുള്ളത്. ഇന്നിപ്പോൾ വെച്ചിട്ടില്ല, ഇതിൽ വെറും വളകൾ മാത്രമാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ പിന്നെ മഹാഗണപതി ഇല്ലാതെ നമുക്ക് ഒരു പൂജയും പൂർത്തിയാവില്ലെന്നാണല്ലോ. അതുകൊണ്ട് പൂജയുടെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ മഹാഗണപതിയുടെ 2 ചെറിയ വിഗ്രഹങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് സ്വർണ്ണ കളറിലുള്ള ഗണപതിയും ഒന്ന് വൈറ്റ് കളറിലുള്ള ഗണപതിയുമാണ്. ഇവിടെ കണിവെള്ളരിയും പഴവും അതുപോലെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശിവലിംഗം വേണമല്ലോ, അപ്പോൾ അതും വെച്ചിട്ടുണ്ട്. ചെറിയ ശിവലിംഗമാണ് വെച്ചിരിക്കുന്നത്. കൃഷ്ണൻ്റെ മറ്റൊരു ചെറിയ വിഗ്രഹം കൂടി ഞാൻ വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ചെയ്യുന്ന ഓരോ പൂജയും ആത്മസമർപ്പണത്തിൻ്റെ ഓരോ പൂജയും ഭഗവാന്റെ കാലുകളിൽ പാതാരവിന്ദങ്ങളിൽ 1000 പൂക്കളായി സമർപ്പിക്കപ്പെടും എന്ന ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. ഏതൊരു പൂജയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം. നമ്മളാൽ കഴിയുന്ന രീതിയിൽ ആർക്കെങ്കിലുമൊക്കെ ആഹാരം വാങ്ങിക്കൊടുക്കുക. അതിപ്പോൾ വിശന്നിരിക്കുന്ന ആർക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഒരു മഹത്തായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഏതൊരു പൂജയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഏറ്റവും ആവശ്യക്കാരിലേക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ, പ്രത്യേകിച്ച് ആഹാരം, വസ്ത്രം പോലുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ വിഷു ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം, ഒരു വസന്തകാലത്തിൻ്റെ തുടക്കമാണ്. വിഷു എന്ന് പറയുന്നത് ഒരു കാർഷിക ആഘോഷം തന്നെയാണ്. അതുകൊണ്ട് പച്ചക്കറികളും ധാന്യങ്ങളും ഒക്കെ വയ്ക്കുന്നവരുണ്ട്. പഴയ കാലങ്ങളിലാണെങ്കിൽ നമുക്ക് കൈനീട്ടം തരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. 5 രൂപ, 10 രൂപയൊക്കെ 11 രൂപ അങ്ങനെയാണല്ലോ കൊടുക്കുന്നത്. 5, 7, 11 എന്ന രീതിയിലൊക്കെ നമുക്ക് പൈസ തരുമ്പോൾ നമുക്കതൊരു നിറഞ്ഞ സന്തോഷമാണ്. അത്രയും പൈസ നമുക്കൊരിക്കലും കിട്ടാറില്ല. ഇന്ന് കുട്ടികൾക്ക് കിട്ടുന്ന പോലുള്ള പോക്കറ്റ് മണിയും കാര്യങ്ങളുമൊക്കെ നമുക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ ആ കിട്ടുന്ന ഓരോ രൂപയ്ക്കും നമുക്ക് അത്രത്തോളം വാല്യൂ ഉണ്ടായിരുന്നു, അത്രത്തോളം മൂല്യം ഉണ്ടായിരുന്നു. അതിലേറെ നമ്മുടെ മനം നിറയ്ക്കുന്ന സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പൂർത്തിച്ചക്ക, അതായത് കൈതച്ചക്ക എന്ന് പറയുന്ന അതും വെച്ചിട്ടുണ്ട്. ഉരുളിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ കുബേര കോയിൻസാണ്. ഒരു സൈഡിൽ ലക്ഷ്മി ദേവിയും മറു സൈഡിൽ പിന്നെ കോയിനുമായിട്ടുള്ള കുബേര കോയിൻസാണിത്. ഇതാണ് ഞാൻ പറഞ്ഞ ഗോൾഡൻ ഗണപതി എന്ന് പറഞ്ഞത്. പിന്നെ ഒരു തട്ടിലാണ് നിലവിളക്ക്, 5 തിരിയിട്ട നിലവിളക്കാണ് ഞാൻ കൊളുത്തിയത്. ഭദ്രദീപമാണല്ലോ 5 തിരി എന്ന് പറയുന്നത്, ഭദ്രദീപം. അപ്പോൾ ദേവി ഭഗവാൻ വെച്ചിരിക്കുന്ന ഗ്രീൻ കളറിലെ ഇതാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഭഗവാന്. പിന്നെ എപ്പോഴും ചാർത്തിയിട്ടുള്ള മാല, മുത്തുമാല, അത് പിങ്ക് കളറിലുള്ളത് തന്നെയാണ്. അതെപ്പോഴും ഭഗവാന്റെ കഴുത്തിലുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്ത പൂജ. ഒരു ചെറിയ പൂജയാണ്. ചക്കയൊന്നും എനിക്ക് കിട്ടിയില്ല. കിട്ടിയതെല്ലാം
ഞാനിവിടെ ഭഗവാന് സമർപ്പിച്ചിട്ടുണ്ട്. അക്ഷതം അതൊക്കെ വെക്കണമെന്നുണ്ട്, പക്ഷേ അതൊന്നും എനിക്ക് തയ്യാറാക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് തീരെ സുഖമില്ലാത്ത ഒരവസ്ഥയായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് അത് വയ്ക്കാത്തത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് പച്ചക്കർപ്പൂരവും പിന്നെ ജവാദും ഇട്ടാണ് നിലവിളക്കിലുള്ള എണ്ണയിൽ കൊളുത്തുന്നത്. അപ്പോൾ നല്ല വീട് മുഴുവൻ ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞതുപോലെ ഒരു ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിന് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാ ഫ്രണ്ട്സിനും ആയുസ്സും ആരോഗ്യവും മനസ്സമാധാനവും സന്തോഷത്തിൻ്റെയും ദിനങ്ങളാവട്ടെ വരും ദിവസങ്ങളെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മക്കളെല്ലാം മക്കളുടെ മനസ്സുകളിലും ഒക്കെ നല്ല ചിന്തകൾ മാത്രം നിറയട്ടെ. കാരണം അവർ ജീവിക്കുന്ന ഇന്നത്തെ ചുറ്റുപാടിൽ അവർക്കും മാനസികമായ പല പിരിമുറുക്കങ്ങളും സംഘർഷങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ മോശമായ വഴികളിലൊന്നും ചെന്ന് പെടാതെ എപ്പോഴും അവർക്കൊരു കൂട്ടായി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം എന്നുകൂടി പ്രാർത്ഥിച്ചിരിക്കുകയാണ്. കാരണം മക്കൾക്ക് ഇനിയാണല്ലോ ജീവിതം മുന്നോട്ടുള്ളതല്ലേ. അപ്പോൾ ഓരോ മക്കളുടെ ഭാവിയും സുരക്ഷിതമായാൽ മാത്രമാണ് ഓരോ രക്ഷകർത്താക്കൾക്കും സന്തോഷമായിട്ടിരിക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനം അതിൽ നമ്മുടെ ആരോഗ്യമാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലെല്ലാം ഇനി വരുന്ന ദിവസങ്ങളെല്ലാം ഒരു വസന്തകാലത്തിൻ്റെ തുടക്കമാവട്ടെ എന്നുകൂടി ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നു. അപ്പോൾ ഭഗവാൻ ആത്മാർത്ഥമായ പ്രാർത്ഥന കേൾക്കുമെന്നാണ്. മറ്റുള്ളവരെ കഴിവതും വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഓരോ പൂജയുടെയും പൂജ കൊണ്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മറ്റുള്ളവരെ വേദനിപ്പിക്കാതെയും നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ മറ്റുള്ളവരെ ഏറ്റവും ആവശ്യക്കാരൻ്റെ അടുത്തേക്ക് അന്നമായിട്ടായാലും വസ്ത്രമായിട്ടായാലും നമ്മുടെ കരങ്ങളെത്താൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, വീണ്ടും കാണാം കേട്ടോ.